നമ്മളറിയാതെ തലമുറകൾ നമ്മളെ വിട്ടുപിരിയുന്നുണ്ടെന്നത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ജന്മവീട്ടിലെത്തിയപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ കാരണവന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരാളും ജീവിച്ചിരിപ്പില്ല എന്നതാണ് വസ്തുത. തൊട്ടടുത്ത വീടുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം എൻ്റെ പിതാവിൻ്റെ എൻ്റെ പിതാവിൻ്റെ സമാന വയസ്സുള്ള എല്ലാവരും മരണപ്പെട്ടു പോയി കഴിഞ്ഞു. വീണ്ടും ഞാൻ അടുത്ത ഞങ്ങളുടെ തലമുറയിലെ കാരണവന്മാരായ നമ്മുടെ ജ്യേഷ്ഠന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിൽ ചിലരും യാത്ര പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അറിയാതെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ തിരിച്ചു പോകേണ്ട തലമുറകളിലേക്ക് പതുക്കെ പതുക്കെ പ്രായമായി വരികയാണ്. ഒരുപക്ഷെ കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രായത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തിരിച്ചുപോക്കിലേക്കുള്ള യാത്ര മധ്യത്തിലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം ഇന്നത്തെ തുടക്കത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ സ്നേഹവും ഇഷ്ടവും കരസ്ഥമാക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകളിൽ പ്രചോദനവും പ്രേരണയും ഉത്ബോധനവുമാകുന്ന ചില ആശയങ്ങളാണ് ഈ ചുരുങ്ങിയ സമയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. തുടക്കം പറയുമ്പോൾ എത്രയാണ് ഞാനും നിങ്ങളും ഒക്കെ അധ്വാനിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. വളരെ കഷ്ടപ്പെടുകയാണ് നമ്മൾ ചെയ്യണം. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെ ഇപ്പൊ എന്താ കഷ്ടപ്പാട്? നമ്മൾ വീട്ടിലിരിക്കല്ലേ, വാഹനത്തിലിരിക്കല്ലേ, അങ്ങനെ നമ്മൾ കരിങ്കല്ല് ചുമക്കാനോ പാറ പൊട്ടിക്കാനോ മരം മുറിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നമ്മളിലെ ഒരു വലിയ ഭൂരിപക്ഷം പറയുന്നുണ്ടായിരിക്കും. എന്ന സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അധ്വാനം മനസ്സുകൊണ്ടാണ്. മനസ്സിന്റെ ഭാരം എന്നതിന് നമുക്ക് അത് കിലോഗ്രാമിലോ മറ്റെന്തെങ്കിലും അളവുകളിലോ തൂക്കാൻ പറ്റൂല. തലയിൽ വെക്കുന്നതിന്റെ കനം നമുക്ക് ഓർക്കാം. നമ്മുടെ കൈകളിൽ പിടിക്കുന്നതിന്റെ ഭാരം നമുക്ക് ഒരുപക്ഷെ നിനക്കാം. എന്നാൽ നമ്മുടെ മനസ്സ് ചുമക്കുന്ന ഭാരം നമുക്ക് അറിയില്ലെന്നതാണ് വസ്തുത. അത് വളരെ വലിയ ഭാരമാണ്. ശരീരത്തിന് മുകളിൽ ഒരു വലിയ ഭാരം വീണാൽ നമ്മൾ മരിക്കുമെങ്കിൽ മനസ്സിന്റെ ഭാരവും നമ്മളെ മരിപ്പിക്കും. ഇന്ന് ജുമയ്ക്ക് ശേഷം ഞാൻ കണ്ട ഒരു കുടുംബം. അപ്പൊ ആ കുടുംബം, വാപ്പ മരിച്ചുപോയി. വാപ്പ എങ്ങനെ മരിച്ചു? വാപ്പ മരിച്ചതിൽ ഒരു ചരിത്രമുണ്ട്. മകൻ വാപ്പ വിചാരിക്കാത്ത ചില വഴികളിലേക്ക് സഞ്ചരിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറെ തിന്മകളുടെ ഭാഗമായി. നാട്ടിലെവിടെയും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായി, മാനക്കേടായി, അപമാനമായി. അവനോടൊന്ന് തർക്കിച്ചു അത്രേ. അപ്പോൾ അവൻ വാപ്പ എന്ന് വിചാരിക്കാത്ത തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടു. ആ തർക്കങ്ങൾക്കിടയിൽ അയാൾ അവിടെ തന്നെ കുഴഞ്ഞു വീണു മരിച്ചു, വളരെ ചെറുപ്രായത്തിൽ. അവിടെ തലയിലേക്ക് വലിയ ഭാരം വീണതല്ല, മേൽക്കൂരകൾ പൊടിഞ്ഞു വീണതല്ല, ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണതല്ല. അതാണ് മനസ്സിന്റെ ഭാരം. ഒരുപക്ഷെ നമ്മളാരും നമ്മുടെ മനസ്സിന്റെ ഭാരത്തെക്കുറിച്ച് ഓർക്കാറില്ല എന്നതാണ് വസ്തുത. നമ്മൾ അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ അതിലൊക്കെ എന്തൊക്കെയോ നമ്മൾ നേടുകയും ആർജിക്കുകയും ചെയ്യുമ്പോഴും ആശങ്കകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മകൾ എന്താകും, മകൻ എന്താകും? ആ, എന്നപ്പോ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്തിനാ അവരെ പറ്റി ആലോചിക്കുന്നു എന്നാണ്. അവരെ കുറിച്ച് ചിന്തിക്കുന്നതിലേറെ ആശങ്കയോടെ പേരമക്കളെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. മക്കളെ കഴിഞ്ഞാൽ ചിന്തിക്കാനും ആലോചിക്കാനും ആശങ്കപ്പെടാനുമുള്ള അവസ്ഥകൾക്കൊരിക്കലും അവസാനം ഉണ്ടാകുന്നില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം സ്വസ്ഥമായി, ഇനി ഒന്നും ചിന്തിക്കാല്ല. അങ്ങനെ ഉണ്ടോ? ഏറ്റവും വലിയ ചിന്ത അപ്പള തുടങ്ങ. മക്കളും പേരക്കുട്ടികളും എല്ലാം പോയി, നമ്മൾ വളരെ ഫ്രീ ആയി, അങ്ങനെ പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല, എന്ന സമാധാനം ഇല്ല. നമ്മൾ മരണത്തിലേക്ക് നമുക്ക് പ്രായമാവുകയാണ്. അതിനെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കുക. ഇപ്പൊ എനിക്ക് എത്ര വയസ്സായി, ഇനി എത്ര കൊല്ലം ഉണ്ടാവും, പരമാവധി ഇപ്പൊ എത്രയാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്നു ചിന്തിച്ചാൽ ജീവിതത്തിൽ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളെക്കാളും വലിയ ഭാരമാണ് മനസ്സിന് വരുന്നത്. മരിക്കാതിരിക്കാൻ പറ്റൂ? മരണത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പറ്റൂ? അപ്പോ ചിന്തയുടെയും മനസ്സിന്റെയും ഭാരങ്ങൾക്ക് അവസാനമില്ല എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും. സുഹൃത്തുക്കൾ, ഇത്തരമൊന്നും നമ്മൾ ഇടങ്ങേറാകേണ്ട ഒരു കാര്യമില്ല.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലൊന്നും നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നും നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഈ അബദ്ധമൊക്കെ പറ്റിയത്. നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിൽ, അവരുടെ ജോലിയിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, മരണത്തിൽ, ജീവിതത്തിൽ ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. രോഗം വന്നാൽ ആരാ മാറ്റുക? നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് എവിടുന്ന 4 ലക്ഷം, കിഡ്നി മാറ്റി വെക്കാൻ എവിടുന്ന 1.5 ലക്ഷം എന്നൊക്കെ ആലോചിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. സുഹൃത്തുക്കൾ, അതൊന്നും ആവശ്യമില്ല. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നാൽ അവൻ സുഖപ്പെടുത്തും. ആര് സുഖപ്പെടുത്തും? അള്ളാഹ് സുഖപ്പെടുത്തും. അതാ മനസ്സിനോട് പറയേണ്ടത്. എനിക്ക് അസുഖം വന്നാൽ എവിടുന്നാ പൈസ? ആരാ പിരിക്ക? എവിടെ ബാങ്കിൽ ബാലൻസ്? ഇതൊക്കെ ആലോചിച്ചാൽ നമ്മൾ ടെൻഷൻ ആവണത്. ഒരു കാര്യം ഇതിലൊന്നുമില്ല സുഹൃത്തുക്കളെ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാ നമ്മൾ ആലോചിക്കേണ്ടത്? വീട്ടിൽ നിന്ന് എങ്ങനെ വാഹനം എത്തും? ഇനി എവിടെയെങ്കിലും മഴ പെയ്തു എവിടെയെങ്കിലും തടസ്സമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, എന്തൊക്കെയുണ്ട്, ജോലി സ്ഥലത്ത് എന്തൊക്കെ പ്രശ്നം, ബിസിനസ് സ്ഥാപനത്തിന് എന്തൊക്കെ പ്രശ്നം, ഇതൊക്കെ ആലോചിക്കണം. ഒന്നും ആലോചിക്കണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിന്റെ അർത്ഥം അറിയോ സുഹൃത്തുക്കളെ? ഇപ്പോഴും ചൊല്ലിയില്ലേ വീട്ടിൽ നിന്ന് പോന്നപ്പോ? അതിന്റെ അർത്ഥം അറിയോ? അതിന്റെ അർത്ഥം അറിയുമെങ്കിൽ അതിലുണ്ടെല്ലാം. നിനക്കൊന്നും ചെയ്യാനില്ല. വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ നിനക്കൊന്നും നിന്റെ കാര്യത്തിൽ ചെയ്യാനില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിവില്ല, ശക്തിയില്ല അള്ളാഹുവിനല്ലാതെ. അള്ളാഹുവിനല്ലാതെ കഴിവില്ല, അള്ളാഹുവിനല്ലാതെ ശക്തിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ സുഹൃത്തുക്കൾ ആലോചിക്കാനുള്ളത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കണക്കൂട്ടിയ പോലെയൊക്കെ വന്നത് അങ്ങനെയാണ്? നിങ്ങൾ കണക്ക് കൂട്ടിയതുപോലെയാണോ എല്ലാം വന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെയാണോ സംഭവിച്ചത്? ഒന്നും നമ്മൾ വിചാരിച്ചതുപോലെയല്ല സംഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ വെറുതെ നമ്മൾ ആസൂത്രണങ്ങൾ നടത്തി ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ അർത്ഥം ഒന്നും ചെയ്യണ്ടെന്നൊന്നും ഇതിനർത്ഥമല്ല. ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ചെയ്യും അല്ലെ? ചെയ്യണ്ടെന്ന് നമ്മളിപ്പോ നാളെ ആരും പണിക്ക് കൊണ്ടാർന്നാൽ നാളെ പണിക്ക് കൊണ്ട് ആരെങ്കിലും വീട്ടിലിരിക്കും? നമ്മളെ ദുനിയാവിന്റെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാരൊക്കെ ചെയ്യും. അത് നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മളാണ് എല്ലാം കൊണ്ടു നടക്കുന്നത്, നമ്മളെ കൊണ്ടാണ് എല്ലാം നടന്നു പോകുന്നത് എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ പ്രപഞ്ചമാകുന്ന ഈ മഹാസങ്കീർണമായ പ്രതിഭാസത്തെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ? ഏറ്റവും ഉപകാരമുള്ളത് സൂര്യനല്ലേ? ആ സൂര്യൻ വരുന്നതിൽ എനിക്കും നിങ്ങൾക്കും എന്ത് പങ്കുണ്ട്? നമുക്ക് ഏറ്റവും അനിവാര്യമായത് ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ അല്ലേ? അത് നിർമ്മിക്കുന്നിടത്ത് നമ്മൾ എന്ത് ഗ്യാസിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്, വിറകിന്റെ പൈസ കൊടുക്കുന്നുണ്ട്, കറണ്ടിന്റെ പൈസ കൊടുക്കുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള ഓക്സിജന്റെ പൈസ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ സുഹൃത്തുക്കൾ? ആരും കൊടുക്കണില്ല. അപ്പൊ നമ്മളെ മുഴുവനും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ്. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആരുടെ കയ്യിലാണോ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം, അവൻ ബർക്കത്തുടയവനാണ്, അവൻ അനുഗ്രഹപൂർണനാണ്. അവന്റെ അനുഗ്രഹം കൊണ്ടാണ് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് എല്ലാം സംവിധാനിക്കുന്നത്. അവനാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ആസൂത്രണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എന്താ അറിയൂ, പടച്ചവനിൽ മര്യാദക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് സമാധാനായിട്ടിരിക്കാം. കഴിഞ്ഞതിനെ കുറിച്ചൊരു ദുഃഖമോ വരുന്നതിനെ കുറിച്ചൊരു പേടിയോ ഇല്ലാതിരുന്നാൽ വളരെ സ്വസ്ഥമായി സമാധാനമായി നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് വിശ്വാസമില്ല അള്ളാഹിനെ കുറിച്ച്? നമുക്ക് തവക്കുലൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ നമുക്കൊരു സംശയം. എന്താ നമ്മളെ സംശയം എന്നറിയോ? അള്ളാഹ് എന്നെ നോക്കൂ, എന്റെ കാര്യം ഏറ്റെടുക്കൂ, എനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്നോടൊപ്പം നിൽക്കൂ. ഇതാണ് നമ്മുടെ ആശങ്ക സുഹൃത്തുക്കളെ. അതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. അതെങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താമെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനം അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം, അള്ളാഹു നമ്മളിൽ ഇടപെടാൻ, അള്ളാഹു നമുക്ക് ബർക്കത്ത് തരാൻ, അനുഗ്രഹം തരാൻ, സ്നേഹിക്കാൻ ഏറ്റവും ഒന്നാമത് വേണ്ടത് തഖ്വയാണ്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അവന് എക്സിറ്റ് കൊടുക്കും. എന്ത് പ്രശ്നം വന്നാലും അവിടുന്ന് പുറത്തടക്കാനുള്ള വഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അള്ളാഹു കാണിച്ചു കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായ ഒരു പ്രസംഗത്തിന് വേണ്ടിയോ പ്രഭാഷണത്തിന് വേണ്ടി അതിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്നും ചോദിക്കല്ല. ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക, നമ്മെക്കുറിച്ച് നമ്മളെക്കാളും അറിയുന്ന മറ്റൊരാൾ അള്ളാഹു അല്ലേ? നമ്മെ കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആള് അള്ളാഹു അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നമ്മളെ പറ്റി അറിയുള്ളൂ. എന്നാൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുക, എന്റെ ജീവിതം അള്ളാഹു നോക്കിയാൽ, അള്ളാഹു കണ്ടാൽ അവൻ ഇഷ്ടപ്പെടും.
കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നിടത്താണ് അതിന്റെ തുടക്കം. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവിടെ എവിടെയാണ് സുഹൃത്തുക്കളെ പ്രശ്നം? വഅസ്സിറൂ ഖൗലക്കും അബ്ജഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. വഅസ്സിറൂ ഖൗലക്കും അബ്ജഹറൂ ബിഹി, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു. എന്തുകൊണ്ടാണ് അള്ളാഹ് അറിയുന്നത്? അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയുന്നവനല്ലയോ എന്നാണ്. നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ചവന് അറിയാതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തങ്ങി നിൽക്കും? എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റൂ? ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ, നിങ്ങൾ രഹസ്യമാക്കിയാലും നിങ്ങൾ പരസ്യമാക്കിയാലും അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും എന്ന് പറയുമ്പോൾ നാം സ്വന്തം പറയാം, എന്റെ ജീവിതം പടച്ചോൻ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഫോണിൽ അതേ കാണുന്നുള്ളൂ, എന്റെ ഭാര്യ എന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ, എന്റെ ഭർത്താവ് എന്നെ കുറിച്ച് വിചാരിച്ചതുപോലെ തന്നെയാണ് ഞാൻ, ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഞാനൊരു മാന്യനും ഒരു ദീനീ പ്രവർത്തകനുമാണെന്നല്ലേ എന്നെ പറ്റി വിചാരിച്ചത്, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഞാൻ എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്കു കഴിയും? സുഹൃത്തുക്കളെ, വേറെ ആരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഒരു കടാക്ഷം, ഒരു അനുഗ്രഹം നമുക്കുണ്ടാവുക, അതൊരു വല്ലാത്ത വാക്കാണ് ആ ബർക്കത്ത്. അപ്പോ ആ ബർക്കത്ത് നമ്മുടെ വാഹനത്തിനുണ്ട്. രാവിലെ നമ്മൾ വാഹനേറ്റ് ഇറങ്ങി, മനസ്സിലായില്ലേ? പക്ഷേ വാഹനം നമ്മൾ വിചാരിച്ചതുപോലെ ആകണില്ല. അതിന് ബർക്കത്തില്ലാഞ്ഞിട്ടാണ്. ആളുകൾ വന്നിട്ട് പറയും, മൂത്ത മോളത് പ്രശ്നമായി, രണ്ടാമത്തെ മോളതും പ്രശ്നമായി, മോൻ്റെതും പ്രശ്നമായി. അതിനൊക്കെ ചില ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാവും, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അത് നിരന്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ എന്താ ചിന്തിക്കാം? എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ, ആരെങ്കിലും വല്ല ഹോമം ചെയ്തോ, മന്ത്രം ചെയ്തോ, സിഹ്ർ ചെയ്തോ, മാരണം ചെയ്തോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. സുഹൃത്തുക്കളെ, പടച്ചോന്റെ ഒരു ബർക്കത്ത് എനിക്ക് കിട്ടാതെ പോകാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നല്ലേ അന്വേഷിക്കേണ്ടത്? അള്ളാഹു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ആ ബർക്കത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ എന്താ മാർഗം? ബാറക്കല്ല എന്നൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബർക്കത്ത് കിട്ടും. അള്ളാഹുവിനോട് ബർക്കത്ത് നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് തരും. തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും അള്ളാഹ് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ആരാണോ തഖ്വയോടെയും സൂക്ഷ്മതയോടെയും ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും. വല്ലാഹു അംബത്തക്കും മിനൽ അർളി നബാത ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. അള്ളാഹു ഭൂമിയിൽ ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങളും ബർക്കത്തുകളും അള്ളാഹു ആ ബർക്കത്തിനും അനുഗ്രഹങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? കാരണമാകുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടും. അതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, തഖ്വ. രണ്ടാമത്തെ ഒരു കാര്യം ഇഖ്ലാസാണ്. നിഷ്കളങ്കമായി ജീവിക്കണം. ഇഖ്ലാസ് എല്ലാറ്റിലും പ്രധാനം. നമ്മുടെ എല്ലാ അധ്വാനങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ ഫലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം. ഇപ്പൊ നമുക്കൊക്കെ ആത്മാർത്ഥത ഉണ്ടോ എന്ന് എങ്ങനെയാ അറിയാ? ആത്മാർത്ഥത ഉണ്ടോ എന്ന് അറിയാൻ നല്ല പരിഹാര മാർഗം എന്താ അറിയാം? എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു, എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു, ആ നല്ല കാര്യം നമ്മൾ ചെയ്തതിന് ഒരു വിമർശനം നമുക്ക് വന്നു. നമ്മളാ ചെയ്ത നമ്മളോടൊരു വിമർശൻ, ഒരു എതിർപ്പ് ഒരാൾ ഉന്നയിച്ചു, അതോടുകൂടെ നമ്മൾ തെറ്റി. പിന്നെ നമ്മൾ ആ വഴിക്കില്ല, ആ സംഗതി ഇല്ല. ചെറിയ ഉദാഹരണമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറയാം. ഒരു പള്ളിയുടെ കാര്യം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ പള്ളിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാളാണ് മുൻപന്തിയിൽ നിൽക്കുക. അങ്ങനെ അയാൾ പള്ളിയുടെ ജോലികളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെയ്ത ഏതോ ഒരു ജോലിയിലെ ഒരു അപാകത ഒരാൾ ചൂണ്ടിക്കാണിച്ചു. എന്താ ഈ മുറ്റൊക്കെ ഇങ്ങനെ കിടക്കണ്, നിങ്ങൾ പണിയെടുപ്പിച്ചതല്ലേ എന്നൊരു വാക്ക് അയാൾ ചോദിച്ചു. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. പിന്നെ അയാൾ മരിക്കോൾ ആ പള്ളിക്ക് വന്നിട്ടില്ല. അപ്പൊ അയാൾ ഇപ്പൊ ഈ 10-25 കൊല്ലം ആ പള്ളിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്തിനായിരുന്നു? ഇവിടെയാണ്. എവിടെയെല്ലാം നാം ചെയ്യുന്ന പ്രവർത്തനത്തിനെതിരെ ഒരു വിമർശനം വരുന്നുവോ അവിടെ വെച്ച് അത് അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരിക്കലും ആത്മാർത്ഥ അള്ളാന്റെ കൂലിക്ക് വേണ്ടി ചെയ്യണമെന്നെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ അഭിപ്രായം പ്രശ്നമല്ലല്ലോ.
അതുകൊണ്ട് ആത്മാർത്ഥമായി നമുക്കത് ചെയ്യാൻ കഴിയണം. എന്തും നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും സ്വതക്കയാണെങ്കിലും എന്താണെങ്കിലും നിഷ്കളങ്കമായി എന്താ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? വമൻ അറാദല്ലാഹിറ വസ്സആലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദല്ലാഹിറ, പരലോകത്തെ ഉദ്ദേശിക്കുക, അതാ നിയ്യത്ത്. പരലോകത്തുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല. യാതൊരു അംഗീകാരവും യാതൊരു ബഹുമാനവും യാതൊരു ആദരവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിഫലവും നേടാൻ പറ്റൂല. ചില സഹോദരിമാരൊക്കെ നമ്മളെ വിളിച്ച് സങ്കടം പറയും. എന്താ അറിയോ? അമ്മായിമാരെ നോക്കിയ സങ്കടം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഭാര്യ പോയി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 17 കൊല്ലായി. ഭാര്യ പോയി. അവള് പറഞ്ഞു, എനിക്കിനി കഴിയൂല, ഈ ഉമ്മാന്റെ അടുത്ത് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, എനിക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ഉമ്മാനെ കൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്? ഉണ്ട്. അതിപ്പോ ഞങ്ങൾക്ക് മക്കൾക്ക് അത് തോന്നൂല, പക്ഷെ മരക്കൊക്കെ തോന്നും. ഉമ്മ പറയുമ്പോ അങ്ങനെ. ഉമ്മ ഇപ്പോ അവള് പോണമെന്ന് ഉപയോഗിച്ച വാക്കൊക്കെ അത്രയും മാരകമായ വാക്കാണ്. അത് ഉമ്മക്ക് പ്രായമായി, ഉമ്മന്റെ ഒരു സ്വഭാവമാണ്, പെരുമാറ്റാണ്, അങ്ങനെയാണ് പോയത്. അപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യം, പോയതിനെ കുറിച്ചല്ല. ഒരു പെണ്ണിന് വേണമെങ്കിൽ ഭർത്തൃ വീട്ടിൽ താമസിക്കാൻ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ വന്നാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് പോകാം, അതിന് പ്രയാസമല്ല. പക്ഷേ അവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, 17 കൊല്ലം ഈ ഉമ്മനെ സഹിച്ച് അധ്വാനിച്ചില്ലേ, ല്ലേ? ആ അധ്വാനത്തിന് ഉമ്മ ഏതായാലും ഒരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എവിടുന്ന് പ്രതീക്ഷിക്കണം? അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ കരയേണ്ടി വരും. ഒന്നും ആരുടെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കണം? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ നിരാശനാകുന്ന പ്രശ്നമേ ഇല്ല. ജീവിതത്തിൽ ഒന്നിലും നിരാശനാകുന്ന പ്രശ്നമില്ല. അപ്പൊ ഒരു സഹോദരി പറഞ്ഞു, ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു സുഖവും അനുഭവിക്കാത്ത ഒരു ഹതഭാഗ്യയാണ് ഞാൻ. 40 കൊല്ലായി ഭർത്താവിന്റെ കൂടെ ജീവിക്കും. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ ഭർത്താവിന്റെ കൂടെ നിന്നത്? എന്തിനാണ്? അതിനവരുടെ മറുപടി എന്താ വെച്ചാൽ, ഒന്ന്, തുടക്കത്തിൽ നിന്നത് നിന്റെ ഉപ്പനെയും ഉമ്മനെയും ഇടങ്ങേറാക്കാതിരിക്കാൻ. വാപ്പി ഇമ്മി ഞാൻ കല്യാണം കഴിച്ച് ഞാൻ വീട്ടിൽ കണ്ട് കയറി ചെന്നാൽ അവർക്ക് സങ്കടാവൂലേ? അതുകൊണ്ട് അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ എന്ത് ചെയ്തില്ല? കഷ്ടപ്പാടുകളൊന്നും പറഞ്ഞില്ല. പിന്നെന്തേ നിങ്ങൾ നിൽക്കാൻ കാരണം? അപ്പോഴേക്കും മക്കളായി. പിന്നെ മക്കളുടെ വാപ്പ ഇയാളല്ലേ, അതുകൊണ്ട്. അപ്പോ ഒരു ഭർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ 40 കൊല്ലം ജീവിച്ച സ്ത്രീയോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? എന്താണ് നമുക്ക് പറയാനുള്ളത്? അവർ ചെയ്തത് നല്ല കാര്യമല്ലേ? മക്കളെ വളർത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? മാതാപിതാക്കളെ മനോവേദനപ്പെടുത്താതിരിക്കാനാണ് അവർ വിവാഹത്തിന്റെ ആദ്യ നാളുകളെ സഹിച്ചതെങ്കിൽ സഹിക്കണമെന്ന് നമുക്ക് അഭിപ്രായമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആത്മാർത്ഥതയുള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മള് ജീവിതത്തിൽ വലിയ നഷ്ടക്കാരാണ് സുഹൃത്തുക്കളെ. എത്രയോ നമ്മൾ അനുഭവിച്ചിട്ട് അതൊക്കെ ആരുടെയെങ്കിലും ഒരു പുഞ്ചിരിക്ക് വേണ്ടി, ഒരു നല്ല വാക്കിന് വേണ്ടിയൊക്കെ ജീവിച്ചാൽ നമുക്കതൊന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടല്ലേ? അപ്പൊ എന്തിന് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുമ്പോൾ പോലും നമ്മൾ എന്തെങ്കിലും ഒരു മധുരം ഭാര്യയുടെ വായിൽ കൊടുത്താൽ അതിനൊരു പുണ്യം തരാമെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു പ്രതിഫലം തരാമെന്ന്. നമുക്ക് അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ പോരെ? നമ്മൾ ഭാര്യനോട് പറയണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സ്നേഹത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല, ഒരു അധ്വാനവും നമുക്ക് നഷ്ടപ്പെടില്ല, എല്ലാം നമുക്ക് ലാഭകരമായി മാറും. അതുകൊണ്ട് ആരാധനകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുക. അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ കേട്ട സന്ദർഭങ്ങൾ ആലോചിച്ചാൽ മതി. നോക്ക് നിങ്ങൾ, ഒരു വ്യഭിചാരത്തിന് അവസരം കിട്ടിയിട്ട് എല്ലാ നിലക്കും അതിന് സാഹചര്യം ഒരുങ്ങി മുന്നിലെത്തുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞ ആൾക്ക് അള്ളാഹു നാളെ അർശിന്റെ തണൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? ആത്മാർത്ഥത കൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത്. തന്റെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ ദാനം ചെയ്യുന്നവന് എന്താണ് അള്ളാഹു സ്നേഹിക്കാൻ കാരണം? അതൊരു ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. അപ്പൊ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നാം ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ ഒരു പ്രീതിക്കും അള്ളാഹുവിന്റെ ഒരു പ്രതിഫലത്തിനും വേണ്ടി ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ചിലപ്പോൾ പറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി, കലശന് വേണ്ടി ഒരു 4-5 പ്രമുഖന്മാരായ ആളുകൾ കാറെടുത്തൊരു മുറ്റത്ത് ചെന്ന് ബെല്ലടിച്ച് മുതലാളിമാരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ തരും.
ഈ പെട്ടി മുന്നിൽ കൂടി പോവുകയാണെങ്കിൽ എത്ര നമ്മളിടും? അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പള്ളിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എത്ര കൊടുക്കും? നിഷ്കളങ്കമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനാരും വരണ്ടല്ലോ. ആരും പുസ്തകവും എടുത്ത് വലിയ കാറിട്ടൊന്നും വരണ്ട. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ ആത്മാർത്ഥമായി ചെയ്യാനൊരു മനസ്സുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ അധികം വിശദീകരിക്കല്ല. നമ്മൾ മരിച്ച് പടച്ചോൻ്റെടുത്ത് ചെല്ലുമ്പോൾ ആത്മാർത്ഥമായി നീ ചെയ്ത ഒരു കാര്യം എന്ത് എന്ന് നാം നമ്മളോട് ചോദിക്കുമ്പോൾ എന്തുത്തരം നമ്മൾ പറയാം? ഒന്ന് പറയാൻ പറ്റൂ? നമ്മൾ ഇത്രയും വർഷങ്ങളായി നിഷ്കളങ്കമായി അത്രമാത്രം നമുക്ക് വേദനയും നഷ്ടവും ഉണ്ടാകുന്ന ഒരു കാര്യം പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്തു എന്ന് പറയാവുന്ന ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കൂ. അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താനും അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങിത്തരാനും നമുക്ക് സഹായകമാകുന്ന ഒന്നാണ്. സുഹൃത്തുക്കളെ, എല്ലാം അള്ളാഹിന് ഇഷ്ടം വാങ്ങിത്തരും. നമ്മൾ ചെയ്യുന്ന ഫർളുകളും സുന്നത്തുകളും എല്ലാം അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ ഇഷ്ടവും നമുക്ക് വാങ്ങിത്തരുമെന്ന് ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഒരു വലിയനോട്, എന്റെ ഒരു ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, അവനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. എങ്ങനെ അള്ളാഹുവിന്റെ വലിയാകാം? അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവനാവും എങ്ങനെയാണ്? അള്ളാഹു നമ്മുടെ കയ്യും കാതും കണ്ണും എല്ലാം ആയിത്തീരുന്ന നിലക്ക് ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലും വരാൻ എന്താണ് വേണ്ടത്? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, എന്നിലേക്ക് അടുപ്പിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണ്? മിമ്മഫ്തറത്തു അലൈഹി, ഞാൻ അവനെ നിർബന്ധമാക്കിയ കാര്യം. ഫർലാക്കിയ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുലേക്ക് ഒരു മനുഷ്യനെ അടുക്കാൻ പറ്റൂ. സ്നേഹം സുന്നത്തിനേക്കാളും അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ ഫർലോണ്ടാണ്. ഫർള് എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് പിന്നെന്ത് ചെയ്യും? സുന്നത്തായ കാര്യങ്ങളിൽ ആളുകൾ കൂടുതൽ സുന്നത്തായ നിസ്കാരങ്ങളും പ്രോത്രമൊക്കെ ചെയ്യണം. പക്ഷെ ഫർളിനാണ് ഏറ്റവും അധിക പ്രതിഫലം, ഫർള് നമസ്കാരം. അപ്പോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ, ഏറ്റവും മിനിമം നിസ്കാരം അള്ളാഹുവിലേക്ക് ശരിക്കും നമ്മളെ എത്തിക്കുന്ന രൂപത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം ചോദിക്കേണ്ട ഒരു കാര്യം. അള്ളാഹ്ക്ക് ഇഷ്ടം കിട്ടാൻ ഏതായാലും നിസ്കരിക്കണില്ലേ? അത് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു നിസ്കാരമാണോ എന്ന് പരിശോധിക്കുക. ചെങ്കിലും ഹദീസിൽ കേട്ടിട്ടുണ്ടായിരിക്കും അള്ളാഹ് റസൂൽ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഭാര്യമാരും അതേപോലെ തന്നെ സുഗന്ധമാണ്. പിന്നെ നബി പറഞ്ഞത് ഖുർറത്തു ഐനി ഫിസ്സല, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുക നിസ്കരിക്കുമ്പോഴാണ്. എന്താ ഏറ്റവും അധികം സന്തോഷം നിസ്കാരത്തിൽ ഉണ്ടാകാൻ കാരണം? അപ്പൊ നമ്മളെ നിസ്കാരവും റസൂലുള്ളാഹിന്റെ നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. എന്താ നിസ്കാരത്തിൽ സന്തോഷം ഉണ്ടാകാൻ കാരണം? ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിസ്കാരത്തിലാണെന്നാണ് നബി പറയുന്നത്. എങ്ങനെ നിസ്കാരത്തിൽ സന്തോഷം ഉണ്ടാവുന്നത്? നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾ? നമ്മൾ അള്ളാഹു അക്ബർ എന്നുണ്ട് പറഞ്ഞാൽ പിന്നെ സലാം വീട്ടുന്നത് വരെ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി. ഈ ലോകത്താണെങ്കിൽ ടെൻഷനുള്ളൂ, ഈ ലോകത്തല്ലെങ്കിൽ ടെൻഷനില്ല. ദുനിയാവിന്റെ എല്ലാ ചിന്തയും മുറിഞ്ഞു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ആരുടെ മുന്നിൽ? ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചവനു നേരെ ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന വാക്ക് കൊണ്ട് തുടങ്ങുമ്പോൾ നാം അള്ളാഹുവിന്റെ മുമ്പിലെത്തി. പിന്നെ ഒരു ചിന്തയില്ല. പിന്നെ ചിന്തകൾക്ക് എന്ത് പ്രസക്തിയാ സുഹൃത്തുക്കളെ? പിന്നെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കണം എന്തിനാ? അള്ള ഏറ്റെടുത്ത പിന്നെ രോഗമുണ്ടോ, കടണ്ടോ? ഒന്നും ആലോചിക്കണ്ട. പടച്ചോന്റെ മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും അത് പടച്ചോന് കൊടുത്തൂടെ ആ സമയം? ആ സമയം മുഴുവൻ അള്ളാഹ്ക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവൻ ഏറ്റവും അധികം ആനന്ദം കൊള്ളുന്ന സമയം നിസ്കാരത്തിലേക്കാണ്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നിസ്കാരമാണ് ആണെങ്കിൽ നമ്മൾ ആ നിസ്കാരത്തിന്റെ യഥാർത്ഥമായ രൂപത്തിൽ നമുക്കത് നമസ്കരിക്കാൻ പറ്റുന്നു എന്നാണ്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു വെറുതെ നിസ്കാരം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയിട്ടില്ല. ആദ്യം വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കുന്നല്ല, എപ്പോഴും നിസ്കരിക്കുന്നല്ല, നിസ്കാരത്തിൽ നിത്യത പാലിക്കുന്നല്ല, നിസ്കാരത്തെ സൂക്ഷിക്കുന്നല്ല, അതൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ വല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അള്ളാഹ് വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ നിങ്ങള്? വല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭയഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ആത്മാവോടുകൂടെ ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നതാണ്. അങ്ങനെയാണ് നിസ്കരിച്ചാൽ അള്ളാഹിനത്തേക്ക് എത്തുമ്പോൾ അള്ളാഹ് നമ്മളുടെ ഏറ്റെടുക്കും. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ഏറ്റവും വലിയ മാർഗമാണ് ഫർളുകൾ. ഫർളൊന്നും വിടരുത്. ഫർള് എന്ന് പറയുമ്പോൾ സക്കാത്തായി പെടും. സക്കാത്തിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും?
നിങ്ങൾ ആരെങ്കിലും കണക്ക് കൂട്ടി കറക്റ്റ് ആയിട്ട്, ഈ സക്കാത്ത് ഇല്ല എന്ന് വിചാരിക്കാം, ഇപ്പൊ ടാക്സ് കൊടുക്കണ്ടാത്ത ആളോടും ഗവൺമെന്റ് പറയുന്നത് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ള തെളിവ് അവിടെ കൊടുക്കണം എന്നാണ്. ഏത്? എനിക്ക് ടാക്സിന് മാത്രം പൈസ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് അവിടെ കൊടുക്കണം, അതിന്റെ റിട്ടേൺ കൊടുക്കണം. അത് ഇല്ലാത്ത കൊടുക്കണം. സാധ്യത ഉള്ളൂ. നമ്മൾ കണക്കൂട്ടി നോക്കണം എന്നാണ്. നമ്മളെ പൈസ ഒന്ന് വർഷം കൂടുമ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കണം. നമ്മുടെ ആഭരണവും നമ്മുടെ ശമ്പളവും ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ഒരു പിന്നെ ഒരു വർഷം തികയുമ്പോഴേക്കും ഒരു 40,000 റുപ്യ നമുക്ക് എല്ലാ ചെലവും കഴിച്ച് നമ്മൾക്ക് മിച്ചമാക്കാൻ കഴിയുന്ന ഒരുത്തനാണെങ്കിൽ അവൻ കൊടുക്കണം. ആഭരണങ്ങൾ ഒരു 10.5 പവന് മുകളിൽ വന്നാൽ ആ 10.5 പവനും 11 പവനും കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം നിങ്ങൾക്ക് അറിയോ? സക്കാത്ത് കൊടുക്കാത്ത ഒരു 10,000 രൂപ നിങ്ങളുടെ സമ്പത്തിൽ ഇന്ന് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്വത്ത് ഹറാമാണ്, അത് നിഷിദ്ധാണ്. അതാണ് ഇസ്ലാമിക വിധി. സക്കാത്ത് കൊടുക്കേണ്ട പണം കൂടിക്കലർന്ന് കിടക്കുന്ന സ്വത്ത് നിഷിദ്ധമായ ധനമായിട്ടാണ് കണക്കൂട്ടുക. അപ്പൊ നിഷിദ്ധം തിന്നുകൊണ്ടിരിക്കുന്നവരാണ് അതിനർത്ഥം. കണക്കൂട്ടി അതാദ്യം നമ്മളത് മാറ്റി വെക്കണം സക്കാത്ത്. ഇനി സക്കാത്തിന്റെ പ്രശ്നം എങ്ങനെയാ വെച്ചാൽ, സക്കാത്തിനെ പറ്റി എനിക്ക് എത്ര ബോധം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കൊടുക്കാന്നല്ല. ഇനി മുതൽ കൊടുത്താൽ പോരാ. നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ ഏത് കാലം മുതൽ ബാധ്യതയുണ്ടോ അത് മുഴുവൻ കൊടുത്തിട്ടേ നമ്മുടെ അനന്തരാവകാശികൾക്ക് സ്വത്ത് പോലും കൊടുക്കാൻ പറ്റും. അത്ര നിർബന്ധമുള്ള സക്കാത്ത് നമ്മൾ അത്ര പേർ കണിശതയോടുകൂടെ പാലിക്കേണ്ട സുഹൃത്തുക്കളെ. എന്തൊക്കെയോ ചെയ്യേണ്ടതല്ല, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതുവെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി ഫറലായ കാര്യങ്ങളാണ്. ആ ഫറല് കറക്റ്റായിട്ട് നമ്മൾ നിർവഹിക്കണം. നമ്മുടെ സഹോദരിമാർ ഈ റമദാൻ വരുമ്പോ ഭയങ്കര ബേജാറില്ല. അല്ല, ഞാൻ എൻ്റെ നോമ്പ് നോറ്റ് വീട്ടിക്കണോ സംശയത്തിലാണ്. അപ്പൊ എന്താ സംശയത്തിന്റെ കാര്യം? അതത്രയും നിർബന്ധമായും നിർവഹിക്കണമെന്നുള്ള കണിശത അവർക്കുണ്ട്. ആ നോമ്പിനെ പോലെ കണിശത വേണ്ടേ സുഹൃത്തുക്കളെ? സക്കാത്തിന്, നിസ്കാരത്തിന്, ഹജ്ജിന് ഒക്കെ ആ കണിശത നമുക്ക് വേണ്ടേ? അപ്പൊ ഫറള്, പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം അവസരങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ എന്നും ധാരാളം ആളുകൾ ഈ മാനസികമായ, പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികളായിട്ട് ചെറുപ്പക്കാര് ഡിപ്രഷൻ ആയിട്ട് എന്ത് ചെയ്യും, റൂമിൽ വന്നിട്ട് വോയിസ് ഇടും. കുറെ എന്തൊരാൾ വോയിസ്, എത്ര വോയിസ്, അതൊക്കെ കേൾക്കണമെങ്കിൽ മണിക്കൂറുമാണ്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഒരു മറുപടി കൊടുക്കണം എന്നാണ്. ഞാൻ അവസാനത്തതും ആദ്യത്തതും ഒന്ന് കേട്ടു, എന്താണെന്ന് അറിയാൻ വേണ്ടി. അത് മുഴുവൻ കേൾക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അത്ര 2 വാട്സപ്പ് ഉണ്ട് എനിക്ക്. ആ 2 വാട്സപ്പിൽ വന്ന് കിടക്കുന്ന വോയിസ് ഒക്കെ പാടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര ഇടങ്ങാറ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ നിങ്ങൾ, ഇവര് ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എങ്ങനെ കുറച്ച് സമയം റൂമിൽ ഇരിക്കുമല്ലോ, ആ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ടെൻഷൻ ഒക്കെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഗേജ്മെന്റ് ഇല്ലാതെ വെറുതെ ഇരുന്നാൽ ഭ്രാന്താവും നമ്മൾ പറയാം. വെറുതെ ഇരുന്നാൽ ഭ്രാന്തം. വീട്ടിൽ സഹോദരിമാരാണെങ്കിൽ നിങ്ങൾ പണിയെടുത്തോളി, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്തോളി, ഒഴിവുള്ള സമയത്ത് എന്തെങ്കിലും പഠിച്ചോളി, അല്ലെങ്കിൽ എന്തെങ്കിലും ചൊല്ലി പറയേ, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കേ, അല്ലെങ്കിൽ പീസ് റേഡിയോ കേൾക്കേ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക. ഈ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തില്ല അറിയാം, ടെൻഷൻ ഉണ്ടാവില്ല. അപ്പം വെറുതെ നോക്കുക, നേരം വെളുത്ത് എഴുന്നേറ്റും രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സുന്നത്തുകൾ ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല. സുന്നത്തുകൾ ചെയ്യാൻ വിചാരിച്ചാൽ നിങ്ങൾ സുബഹി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ തഹജ്ജുദ്, രാത്രി നിസ്കാരം, ഖിയാമുൽ ലൈൽ നമ്മൾ നിസ്കരിക്കും. അത് എത്രയും നിസ്കരിക്കാം. നമ്മൾ മനപ്പാടമാകുന്ന എത്ര സൂറത്തുകൾ ഉണ്ടോ അതൊക്കെ ഓതി അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ ഒരു 3 മണിക്ക് നീക്കുന്ന ആൾക്കാരുണ്ട്, 4 മണിക്ക് നീക്കുന്ന ആൾക്കാരുണ്ട്. അവിടുന്ന് പിന്നെ സുബഹി വരെ നമ്മൾ ഈ പാരായണം, ഈ ഖുർആൻ ഓതിയുള്ള നിസ്കാരം, ഖുർആന്റെ പാരായണവും എത്രമാത്രം ജീവിതത്തെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. മുബാറക്കായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. എന്താ മുബാറക്കായ ഗ്രന്ഥം? ബർക്കത്ത്. ഖുർആനിലാണ് ബർക്കത്ത്. ഖുർആൻ ഓതിയ ബർക്കത്തിട്ടും, ഒരു പേജ് ഓതിയ അതിന്റെ ബർക്കത്തിട്ടും, ഒരു ജുസു ഓതിയാൽ അതിന്റെ ബർക്കത്തിട്ടും, മുഴുവൻ തീർത്ത്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ പാരായണം, അതിന് ബർക്കത്തുണ്ട്. അപ്പൊ ആ സമയം അത് ചെയ്തു. പിന്നെ സുബഹി നിസ്കരിച്ചു, ആണെങ്കിൽ പള്ളിയിൽ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞാൽ എന്തായാലും ഇരുന്ന് ചെല്ലിയാലും നടന്ന് ചെല്ലിയാലും രാവിലത്തെ അദ്കാറുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ രാവിലെ വൈകുന്നേരമുള്ള അദ്കാറിന്റെ പുസ്തകം കൊടുത്തിട്ട് ഇതൊരു മാസം മുടങ്ങാതെ ചെല്ലി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഒരു 50% ആളുകളുടെയൊക്കെ ടെൻഷൻ അതുകൊണ്ട് പോകും. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനവും പ്രതിഫലനങ്ങളും
അത്രയും വലുത്. ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ സുന്നത്തായ പ്രവർത്തനങ്ങളെ കൊണ്ട് എൻ്റെ അടുക്കലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ദിക്റുകൾ, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നൊരു ലുഹാ നിസ്കാരം ലൈലടിയിൽ നമുക്ക് ആ ഒരു 8 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയമായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാം. ആലോചിച്ച് ജീവിതത്തിൽ എപ്പോഴും അത് കഴിഞ്ഞാൽ ളുഹറിന്റെ സുന്നത്തുകൾ എത്ര ഉണ്ട്, മുമ്പും പിമ്പുമായിട്ട് എത്ര സുന്നത്തുകളുണ്ട്. അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സുന്നത്തായ കാര്യങ്ങൾ ഏറെ നമുക്ക് ചെയ്യാൻ വൈകുന്നേരമായാൽ അദ്കാർ സ്വബാഹുൽ മസാവ് വീണ്ടും വന്നു. ഈ സുന്നത്തുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടം നമുക്ക് കിട്ടും. അതിലുപരി അതിന്റെ മാനസികമായ സ്വാധീനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സഹായം. കാരണം ദിക്റുകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം വദ്കുറൂനി അദ്കുറുക്കും. അതെന്താ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാന്ന്. ആലോചിക്കുന്നു, ആരാണ് ഓർക്കണത്? അള്ളാഹു. വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. ദിക്റുകൾ എത്രമാത്രം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് മഹത്വം നൽകുമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ അദ്കാറുകളെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം പറഞ്ഞാൽ, നബിന്റെ പേരിൽ സ്വലാത്ത്, നമ്മൾ സാധാരണ നിസ്കാരത്തിലുള്ള സ്വലാത്ത്, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ഒരു സ്വലാത്തിന്റെ പേരിൽ ഒരാൾ ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ, 10 സ്വലാത്തുകൾ, 10 അനുഗ്രഹങ്ങൾ അവൻ അതുമൂലം ലഭിക്കുമെന്നാണ്. ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനമാണ്. അപ്പൊ സുന്നത്തുകളും ഫർളുകളുമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യം പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യം സുഹൃദാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ വിരക്തി. എന്താ പറയുക, ദുനിയാവിനോടുള്ള ആർത്തിയും താല്പര്യവും സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മാറ്റിക്കളയുന്നു നമ്മൾ മനസ്സിലാക്കുക. ഭൗതിക ജീവിതം വേണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ അതിനൊന്നും നമ്മൾ അള്ളാഹുവിന് നൽകുന്ന പ്രാധാന്യത്തെക്കാളും ദീനിന് നൽകുന്ന പ്രാധാന്യത്തെക്കാളും വലിയ പ്രാധാന്യം നമ്മൾ നൽകരുത്. നമ്മൾ സങ്കടപ്പെട്ടു പോകും. എപ്പോഴും പറയും, മരിക്കണ സമയത്ത് മനുഷ്യന് 2 വേദന വരരുത്. എന്താ 2 വേദന? ഒരു വേദന മരണത്തിന്റെ വേദനയാണ്. അത് ഏതായാലും എല്ലാവർക്കുമുള്ള വേദനയാണ്. ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ വേദന ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും വേദന ഉണ്ടാവും. പക്ഷേ ആ വേദനയ്ക്ക് പുറമെ മറ്റൊരു വേദന ഉണ്ട്. എന്താ വേദന അറിയങ്ങള്? അത് നമ്മുടെ ആയുസ് തീരുന്ന സമയമാണ്. അപ്പൊ നമ്മൾ പെട്ടെന്നൊന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കും. ഞാൻ പോവുകയാണല്ലോ, എനിക്ക് എന്താണ് കൊണ്ടുപോകാനുള്ളത്? അപ്പൊ ഒരു ശൂന്യത അനുഭവപ്പെട്ടാൽ അവിടെ ഉണ്ട് മനസ്സിനൊരു വല്ലാത്ത വേദന. ഇല്ല, എൻ്റെ അടുക്കലുണ്ട്, കൊണ്ടുപോകാനുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ധൈര്യമാണ്. ഞാൻ അള്ളാഹുവിലേക്ക് പോകാൻ എൻ്റെ അടുക്കൽ ചിലതുണ്ട് എന്നൊരു ആത്മവിശ്വാസം, അത് വല്ലാത്തൊരു ആത്മവിശ്വാസം. ആ സങ്കടം ഒന്നുമില്ലല്ലോ പടച്ചോനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന വളരെ വലിയ വേദന. എന്നിട്ട് സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ നമ്മുടെ അടുക്കൽ ഉണ്ടാവുക എന്നില്ല. അപ്പൊ അതിനെന്ത് വേണം? നമ്മുടെ ദുനിയാവ് നമ്മളതിനൊന്നും സമ്മതിക്കൂല. ഒന്നിന് ഒരു ചെറിയൊരു തുക എടുത്ത് കൊടുക്കാൻ പോലും നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചില സുഹൃത്തുക്കൾ വിളിക്കും, ഉമ്മ മരിച്ചു, ഉമ്മന്റെ ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ മക്കളൊക്കെ പാടെ തീരുമാനിച്ചെന്താ വെച്ചാൽ ഉമ്മന്റെ ആഭരണമൊക്കെ ഏതെങ്കിലും ഒരു പള്ളിക്കോ പള്ളി നിർമ്മിക്കാനോ കൊടുക്കുക, അപ്പൊ അതിന് പറ്റിയൊരു സ്ഥലം പറഞ്ഞു തരും എന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കും. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താ വെച്ചാൽ, അത് ഉമ്മന്നെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അത് ഉമ്മന്നെയാണ് കൊടുത്താൽ മതിയല്ലോ, അല്ലേ? ഉമ്മക്ക് കൊടുക്കാൻ തോന്നിയില്ലല്ലോ. ഉമ്മക്ക് കൊടുക്കാൻ മുഴുവൻ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. ശരി, മക്കൾ തീരുമാനിക്കണത് ഞങ്ങൾക്ക് അനന്തര സ്വത്തായിട്ട് വേണ്ട, അത് ഉമ്മക്ക് കിട്ടിക്കോട്ടെ. കിട്ടും, ഉമ്മക്ക് കിട്ടും, കിട്ടില്ലെന്ന്. പക്ഷെ ഉമ്മ കൊടുക്കണ പോലെ അല്ലല്ലോ ഉമ്മക്ക് കൊടുക്ക. നമുക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കൾ, അത് തോന്നുക എന്നുള്ളത് ഭയങ്കരമായ ഒരു കാര്യം. എനിക്കിപ്പോഴും ഒരു ബഹുമാനം തന്ന ഒരു വ്യക്തിയുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണിൽ അയാൾക്ക് ആകെ 20 സെന്റ് സ്ഥലമാണ്. അപ്പോൾ പള്ളി, ആ ടൗണിന്റെ മധ്യത്തിൽ ഒരു പള്ളിക്ക് സ്ഥലം കിട്ടാനില്ല. അങ്ങനെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അയാളുണ്ട് അന്വേഷിക്കാന്, പള്ളിക്ക് സ്ഥലം അന്വേഷിക്കാൻ അയാളുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് 20 സെന്റ് സ്ഥലമുണ്ട്, 10 നമുക്ക് പള്ളിക്കണ് തരാം. അയാളെ 10 കൊടുത്തു. പക്ഷെ പിന്നീട് സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അയാൾ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികത എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും അയാളുടെ 20 സെന്റിലെ 10 സെന്റ് സ്ഥലം അയാൾ കൊടുത്തു. സുഹൃത്തുക്കളെ, അതൊക്കെ ഒരു മനസ്സാണ്. ഒരു ഇശാ സമയത്ത് ഒരാള് നമ്മുടെ പള്ളിയിൽ വന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ദുനിയാവിനോടുള്ള ആഗ്രഹം അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ നമുക്ക് തടസ്സമാകുന്നോ എന്നതാണ് പ്രശ്നം. അയാൾ വന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഗൾഫിലാണ്. അയാൾ പരിചയപ്പെടുത്തി. അപ്പൊ അയാൾ അങ്ങനെ ഒരു
തീവ്രമായി നമ്മുടെ ആദർശം സ്വീകരിച്ച ഒരു വ്യക്തി എന്നല്ല. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ദീന്റെ കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരാളും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗൾഫിൽ നിന്നും ഞാൻ ഒരു ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. അപ്പൊ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് ഞാനിപ്പോ ഇവിടെ വന്നു. വന്നിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ ഞാൻ എറണാകുളം പല സ്ഥലത്തും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ചു. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഇവിടെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയാൽ ആ പൈസ പോകുമെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി. അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഈ 40 ലക്ഷം എന്നാ തിരിച്ചു പോവല്ലേ, എനിക്ക് സമയമായി. അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഈ 40 ലക്ഷത്തിന് ഒരു പള്ളി ഉണ്ടാക്കാൻ പോവാം ഞാൻ തീരുമാനിച്ചു. നിങ്ങളൊരു സ്ഥലം കാണിച്ചു തരും. പള്ളിക്ക് പെർമിഷൻ കിട്ടിയ ഒരു സ്ഥലം കാണിച്ചിരുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കും, നമ്മളെ വെച്ചൊന്ന് ചിന്തിക്കും നിങ്ങൾ. 40 ലക്ഷം രൂപ ഇവിടെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് തിരിച്ചു പോണത് വരെ ബിസിനസ്സിന് ഒരു അവസരം കാണാതെ വന്നപ്പോൾ അയാൾ അത് എന്ത് ചെയ്തു, നേരെ ഒരു പള്ളിക്ക്, ആ പള്ളി പണി കഴിഞ്ഞു, ഇപ്പൊ നമ്പർ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ പള്ളിക്ക് നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്തു. ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ, അയാൾ ആഗ്രഹിച്ച പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ദാ അത് അതാരാണ് തന്നത് എന്ന് ആ തന്ന ഞങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് അറിയുന്നല്ലാതെ അയാൾക്ക് ഒരിക്കലും, അയാൾ ആ സൈറ്റിൽ അയാൾ അന്ന് പോയതാണ് ഗൾഫിക്ക്. അയാൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്നു. നീ അറബിയാന്ന് വിചാരിക്കേണ്ട, നല്ല പച്ച മലയാളി തന്നെയാണ് അയാളുടെ. ചിലപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തേക്ക് നമ്മൾ എത്തും. ചിലപ്പോൾ ഒരു അറബിയാൾ ആരെങ്കിലും ഒക്കെ അയക്കുന്നു. ആരായിരുന്നാലും അയാൾ എന്താ അറിയൂ, സ്വർഗത്തിലൊരു വീടാണ് സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട് പണി നടക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു വീട് പണി അയാൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതാണ് മനസ്സ്. അപ്പോ അങ്ങനെ ചിന്തിക്കാൻ സുഹൃത്, വിരക്തി, ഈ ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി നമുക്ക് എന്തെങ്കിലും ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും കൊടുക്കാനും ചെയ്യാനും നമ്മുടെ മനസ്സിന് തോന്നുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പറയല്ല. ധാരാളം സംഭവങ്ങളും അനുഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യും പറയാൻ പറ്റും. ഒരു സ്ഥലത്ത് ഒരു പ്രൊജക്ട്, ഒരു പള്ളിക്ക് വേണ്ടി ഞങ്ങൾ കുറെ കാത്തുനിന്ന് അവിടെ പള്ളി വരാൻ ഒരു നിലക്കും പറ്റില്ല. അവസാനം ഒരാൾ പറഞ്ഞു, ഒന്നൊരു പള്ളി അവിടെ തരാം. അപ്പൊ പള്ളി തരാന്ന് പറഞ്ഞപ്പോ അയാൾ ഒരിക്കലും ഒരു പള്ളി ഉണ്ടാക്കൂല. കാരണം അയാൾ ഒരു ദായിയാണ്, ഒരു പ്രബോധകനാണ്. അയാൾ ഒരു ദായി എന്നുള്ള നിലക്ക് തന്നെ പ്രബോധന കാര്യങ്ങളെ കൊണ്ട് കിട്ടുന്ന ചില വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ അവസാനം ആ പള്ളി പണി പൂർത്തിയായപ്പോൾ ആണ് നമ്മൾ മനസ്സിലായത് അയാൾ കൊടുക്കാൻ, അയാളെ ഗൾഫ് ജീവിതത്തിൽ അയാൾ വർഷങ്ങളായി സമ്പാദിച്ച സംഖ്യ കൊണ്ടാണ് അയാൾ ആ പള്ളി ഉണ്ടാക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, സുഹൃദ് ഇനി നമ്മൾ പ്രേരിപ്പിക്കണം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ. അപ്പോ നമ്മുടെ മക്കളെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യൂലേ? മക്കളെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യൂലേ സുഹൃത്തുക്കളെ? മൂത്ത മകനെ നമ്മുടെ പറമ്പിന്റെ ഏറ്റവും കണ്ണായ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്തേ പറഞ്ഞു, അവിടെ നീ ഒരു വീട് വെച്ചോ. ബാക്കി മക്കളെ സമ്മതം കൂടി നമ്മൾ നോക്കിയിട്ടില്ല. ആ വീട് വെച്ചോ നമ്മളോട് പറഞ്ഞിട്ട് ആ വീടിന്റെ പണി പൂർത്തിയാകുന്നത് വരെ ആ മുറ്റത്ത് നമ്മൾ ഉണ്ടായിരുന്നു. വയസ്സാം കാലത്ത് ഒരു മകനും കൂടി വീട് വെച്ച് പോകാന്നാ നമ്മളൊക്കെ ആഗ്രഹിച്ചത്. ആയിക്കോട്ടെ, മക്കൾക്ക് വീടുണ്ടായിക്കോട്ടെ. എന്നാൽ ഈ നാട്ടിലൊരു പള്ളി ഇല്ലല്ലോ, പെണ്ണുങ്ങൾക്ക് വരാൻ നിസ്കരിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ, ആളുകൾ മലയാളത്തിൽ ഖുതുബ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പറമ്പിൽ ഒരു പള്ളിയാവട്ടെ. ആ പള്ളിപ്പണി ആദ്യാവസാനം വരെ നിന്ന് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയത് വലിയ സന്തോഷമല്ലേ? ക്യാൻസർ വന്ന വാപ്പനെ ഒന്ന് പോയിട്ട് സമാധാനിപ്പിക്കും എന്ന് എൻ്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പോയി. അപ്പൊ ഇങ്ങനെ വരാന്തയിൽ സംസാരിച്ചിരിക്കുകയാണ് അയാളോട്, ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അയാൾ ഏകദേശം അതിന്റെ അവസാന സ്റ്റേജിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ധൈര്യം കൊടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചപ്പോ അദ്ദേഹം വികാരധീനനായി എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ദാ മൗലവിയാണ്ട് നോക്കി. അപ്പൊ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ മനോഹരമായ ഒരു പള്ളി, അതിന്റെ സ്ഥലത്താണ്. ഞാനാണ് ആ പള്ളി ഉണ്ടാക്കിയത്. മനസ്സിലെ, അതിന്റെ ഒന്നാമത്തെ ജുമായുടെ വികാരധീനമായ സന്ദർഭങ്ങളെ അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തന്നു. ഇവിടെ ഞാൻ ഒന്നാമത്തെ ഒരു പരിപാടി തൗഹീദിന് വേണ്ടി വെച്ചപ്പോൾ ഈ നാട്ടുകാർ എന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് അയാൾ അയവിറക്കി. അയാൾക്കൊന്നും പേടിക്കണ്ട. അയാൾ പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ചയും ആ പള്ളിയിൽ പോയി ഞാൻ രോഗിയാണെങ്കിലും നിസ്കരിച്ചു വന്നിട്ടുണ്ട് ജുമാ. അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണത്. ഈ ദുനിയാവിനോടുള്ള വിരക്തി, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ എന്തെങ്കിലും കൊടുക്കാനും ചെയ്യാനുമുള്ള മനസ്സ്, അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹിന്റെ സ്നേഹം കിട്ടിയോ ഇല്ലേന്ന് ഒരാൾക്ക് അറിയാനുള്ള അലാമത്തുകൾ, അടയാളങ്ങൾ. അത് അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പണ്ഡിതന്മാർ, ഒന്ന് തൗഫീഖുൽ ഈമാൻ, ഒന്ന് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയ ആൾക്കാർക്ക് അന്ന് ദീന് നേരെ കൊണ്ടടക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവൻ എന്ത് ചെയ്യും? ഓൻ ദീനിന്റെ രംഗത്ത് ഒരു നല്ല നിലക്ക് നിസ്കരിക്കാനും നോമ്പ് വിൽക്കാനും ദീനനുസരിച്ച് പോകാനുമുള്ള ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. നല്ലൊരു മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ഒരുക്കി കൊടുക്കും. അതിനുള്ള അവസരം, അതിനുള്ള ഒരു ചുറ്റുപാട് നാട്ടിലും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം അയാൾക്ക് ഉണ്ടാകും.
അത് അള്ള കൊടുക്കുന്ന ഒരു അവസരമാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ്. ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും, നിങ്ങൾക്കുള്ളത് അള്ളാഹു നിങ്ങൾക്കിടയിൽ വീതിച്ചു. കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ വീതിച്ചതുപോലെ തന്നെ വഅന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബ് വമൻ ലാ യുഹിബ്ബ്, ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹു പണം കൊടുക്കും. അല്ല ഇഷ്ടപ്പെട്ടവർക്കും പണം കൊടുക്കും. അല്ല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാറൂനിനും ഒരു പക്ഷേ എന്ത് ചെയ്യും, പണം കൊടുത്തെന്നിരിക്കും. എന്നാൽ വലാ യുഅ്തിൽ ഈമാൻ ഇല്ലാ മൻ അഹബ്ബ, ഈമാൻ അവൻ കൊടുക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈമാൻ കൊടുക്കും. സുഹൃത്തുക്കളെ, ഓരോ ദിനത്തിലും ദീനിന്റെ വഴിയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ, ദീനിന്റെ വഴിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ അത് നിലനിൽക്കണം. മരിക്കുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, നിലനിൽക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ, ഇസ്ലാമും ഈമാനുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തരും. മറ്റൊന്നാ പറയുന്നത് എന്താ വെച്ചാൽ ഹിമായത്തു അവന് സംരക്ഷണ ഫീത്തനി വശഹവാ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കേട്ടില്ല നിങ്ങൾ? യൂസുഫ് എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കളെ. രക്ഷപ്പെടാൻ പറ്റാതെ കഥകടച്ച് ഉള്ളിലാക്കി. പക്ഷെ അള്ളാഹു ലൗല അൻ റഅ ബുർഹാന റബ്ബി, അള്ളാഹ് കഴിച്ചിലാക്കി കൊടുത്തില്ലേ. അതൊരു ഭയങ്കര, അത് അള്ളാഹു അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ്. വലിയ വലിയ അള്ളാഹ് പരീക്ഷിക്കുന്നവണ്. ഇത് തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് നമ്മളെ ഈമാൻ അള്ളാഹ് പരീക്ഷിക്കും. തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് അള്ളാഹു നമ്മുടെ ഈമാൻ പരീക്ഷിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നുണ്ട് 71-ാമത്തെ ആയത്തിൽ, അതായത് ഈ ഇഹ്റാം കെട്ടി വരുന്ന ആളുകൾ ഉണ്ടാവില്ല, ഇഹ്റാമിൽ വരുന്ന ആളുകൾക്ക് വേട്ടയാടാൻ പറ്റൂല. അപ്പൊ അവരെ മുന്നിക്ക് ഇങ്ങനെ വരുന്നതാണ് മാനുകള്, അതേപോലെ തന്നെ നല്ല മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ഇഹ്റാം വേഷത്തിൽ വരുമ്പോൾ മുമ്പ് ഇങ്ങനെ വരും. തെനാലുകൂബി ഐദീക്കും, കൈകൊണ്ട് കിട്ടും, വരിമാഹുക്കും, കുന്തം കൊണ്ട് കിട്ടും. അപ്പൊ ഈ വേട്ടയാടിയൊക്കെ ശീലമുള്ള ആൾക്കാര് ഇഹ്റാമിൽ നിൽക്കുമ്പോൾ മുമ്പ് ഇങ്ങനെ വരുമ്പോ പിടിച്ചു പോകൂലേ. എന്താ പണ്ഡിതന്മാരോട് വിശദീകരിച്ച്, തെറ്റ് ചെയ്യാൻ അവസരം. മനസ്സിലായി, നമ്മൾ മനസ്സിൽ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാഞ്ഞിട്ടാണോ നല്ല ആളായി നടക്കണത്? അതോ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്തോണ്ട് നല്ല ആളാകുമല്ലോ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടൂല, നല്ല ആളാവും. അതുകൊണ്ട് നല്ല ആളാകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. പിന്നെ വിവാഹം എന്നുള്ളത് ഒരു തോന്നിയാസാണ് എന്നൊരു നിരീശ്വരവാദി യുക്തിവാദി ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞു. അതിന് അയാൾ പറഞ്ഞത്, വിവാഹം കൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അയാൾ പറഞ്ഞ തരങ്ങള്, വിവാഹം കഴിച്ചാൽ പിന്നെന്താ വെച്ചാൽ നമുക്ക് വേറൊരു പെണ്ണിനെയും സ്വീകരിക്കാൻ പറ്റില്ല, വേറൊരു പെണ്ണിനെയും പ്രേമിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ പിന്നെ ഇത് തടസ്സം നിൽക്കും, കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയും തടസ്സം നിൽക്കുന്നത്. അപ്പൊ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, പരസ്ത്രീ ബന്ധത്തിന് പറ്റാതെ വരും. ഒരു പെണ്ണിന് വിവാഹം കഴിഞ്ഞാൽ പരപുരുഷ ബന്ധത്തിന് പറ്റാതെ വരും. അങ്ങനെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നതുകൊണ്ട് തോന്നിയാസങ്ങൾക്ക് പോകാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, നല്ല ചാൻസുകൾ. ആ അവസരങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കും. എത്ര പരീക്ഷണങ്ങൾക്ക് മുന്നിലൂടെ നമ്മളൊക്കെ നടന്നു പോയിട്ടുണ്ടാവും. അത് പരീക്ഷിക്കുമെന്ന് പറയാനാണ് സൂറത്തുൽ മാഇദയിൽ ആ ആയത്ത് അള്ളാഹു വെച്ചത്. അപ്പോ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ആ തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിക്കളയും. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാകുന്നതാണ്. അവരിൽ നിന്ന് അള്ളാഹു ആ തിന്മകളെ മാറ്റിക്കളയും. മറ്റൊരു ലക്ഷണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മളെ അള്ളാഹു നന്നായി പരീക്ഷിക്കും, കഠിനമായി പരീക്ഷിക്കും. അപ്പൊ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കാം, പടച്ചോൻ എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണെന്ന്. അല്ല, ഇഷ്ടമുണ്ടെങ്കിലാണ് പരീക്ഷ. അത് ഖുർആനിൽ അള്ളാഹു പറയുന്നതാണ്, വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബുലുവ അഖ്ബാറക്കും, നിങ്ങളിൽ ക്ഷമയുള്ളവരെയും നിങ്ങളിൽ യോദ്ധാക്കളെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നല്ല പരീക്ഷണം കൊടുക്കും. സുഹൃത്തുക്കളെ, എന്ത് പരീക്ഷണങ്ങളും എന്ത് പ്രശ്നങ്ങളും വന്നാലും പതറാതെ നിൽക്കണം. അല്ല നമ്മളെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗം അല്ല പറഞ്ഞത്, അജല്ലകുൽ ഉഖൂബ, അവന് ശിക്ഷകൾ ഇവിടെ തന്നെ കൊടുക്കും. എന്താ ശിക്ഷ കൊടുക്കാറിഞ്ഞാല്, നമുക്കറിയാലോ, പരലോകത്തെ ചെറിയ ഒരു ശിക്ഷ പോലും മനുഷ്യന് താങ്ങാൻ കഴിയൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാലിൽ നരകത്തിന് ചെരുപ്പിട്ടാൽ തല തിളക്കും, ഏറ്റവും ചെറിയ ശിക്ഷയാണ്. അപ്പൊ പരലോകത്തെ ഒരു ശിക്ഷ മനുഷ്യന് സഹിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ, ചെറിയ ശിക്ഷകൾ കൊടുത്തിട്ട് മരിക്കുമ്പോഴേക്കിന് നമ്മളെല്ലാം ബാധ്യതകളും തീർത്തു തരും. മരിക്കുമ്പോഴേക്കിന് എല്ലാ ബാധ്യതകളും തീർത്തു തരും. അപ്പൊ ഞാൻ ചിന്തിക്കും, ഒരു നാട്ടിലെ മുഴുവനും ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തൊരു മഹാപണ്ഡിതൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 വർഷം അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടന്നു, ബോധത്തോടു കൂടെ കിടന്നു. ഒരു നല്ല പണ്ഡിതൻ, ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനം ചെയ്ത ഒരു വ്യക്തി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ.
അപ്പൊ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്റെ ചെറുപ്പത്തിൽ. അപ്പൊ അദ്ദേഹം ആ 20 കൊല്ലം ആ വെള്ളം നിറച്ച കിടക്കയിൽ അയാൾ കിടന്നു. യാതൊരു മടുപ്പും വിഷമവും ഇല്ലാതെ അയാൾ കിടന്നു. ആ 20 കൊല്ലം കൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം സംശുദ്ധത, ആ സഹിക്കുന്ന ഓരോ വേദനക്കും, ഒന്ന് ബാത്റൂം പോണ്ടി വന്നാൽ, ഒന്ന് മൂത്രമൊഴിക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന എല്ലാ വേദനക്കും ഓരോ തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. എങ്ങനെ അറിയോ? മരം ഉണങ്ങി കാറ്റിന്റെ ചെറിയ ഒരു ഓളം വരുമ്പോഴേക്കും ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെ ഓരോ വേദനകളും നമ്മുടെ പാപങ്ങളെ കൊഴിച്ചു കളയും. അപ്പൊ ആർക്കാ? അല്ല ഇഷ്ടപ്പെട്ടാൽ ആ പരീക്ഷണം വരും. അപ്പൊ പരീക്ഷണത്തെ അപമാനമായി കാണരുത്. പരീക്ഷണത്തെ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയായി കാണരുത്. പരീക്ഷണങ്ങളെ നമ്മൾ എന്തായി കാണണം? അള്ളാഹു നമുക്ക് പരലോകത്തെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പരലോകത്ത് അവനെ ഒന്നും ചെയ്യണ്ട എന്ന് പടച്ചോൻ തീരുമാനിച്ചു. എന്താ ചെയ്തത് ചിലതുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് അള്ളാഹു തീർത്ത് കളയാൻ. അള്ളാഹു ഇഷ്ടപ്പെട്ടോ എന്നറിയാനുള്ള ഒരു വഴിയാണ് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ തരുന്നുണ്ടോ എന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. പിന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാന്നറിയോ? ഉദാഹരണം ഒന്ന്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും. അത് നബി പറഞ്ഞാണ്, അഹബ്ബുന്നാസ് ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും. സുഹൃത്തുക്കൾ, നമുക്കൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് പറ്റൂലേ? വർഷങ്ങൾക്ക് മുമ്പ് ഒരാള്, നമ്മുടെ തന്നെ ഒരു മുജാഹിദ് പ്രവർത്തകൻ, പഴയ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ അയാൾ മരിച്ചു. അപ്പൊ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സാധാരണ ഇപ്പോഴൊക്കെ നമ്മൾ വമ്പിച്ച ജനാവലി ഓരോ മരണസമയത്തും കാണും. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകളൊന്നും അങ്ങനെ ഓടിക്കൂടൂല. ഇന്നിപ്പോ എല്ലാവർക്കും സ്വന്തം വാഹനങ്ങളാണ്. എവിടെ ചെന്നാലും 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ നിസ്കരിക്കാൻ, മയ്യിത്ത് നിസ്കരിക്കാൻ ആളുണ്ടായിരിക്കും. അന്ന് അവിടെ എന്താണ് ജനങ്ങൾ എന്നറിയും. ആ ജനങ്ങൾ ഉണ്ടെന്ന് മാത്രല്ല, നിങ്ങൾ ആലോചിക്കണം, ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ആ മുസ്ലിങ്ങൾ, അവിടുത്തെ വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട അവരൊക്കെ നിന്ന് കരയാൻ. നമ്മളൊക്കെ ഇപ്പൊ ഇന്ന് പോയാൽ ഒരു മരിച്ചിടത്ത് ഇപ്പൊ ആരാ കരയണ നമ്മൾ കാണല്? മനസ്സിലായില്ലേ? ആരാ കരയണ കാണാൻ? ആരാ കര- ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അത്ഭുതകരമായ അനുഭവം. ഒരു കാരണവർ മരിച്ചിടക്കാണ്. അപ്പൊ അയാളെ 2 മക്കള് എന്ത് ചെയ്യുന്നുണ്ട്? ആ മരിച്ചവർ വന്നിരിക്കണ കസേരയില് അവരാ 2 മക്കളും ഇരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അതിന്റെ അടുത്ത് ഇരിക്കണ്. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരാൾ വന്നപ്പോ അയാളോട് ഈ മരിച്ച വ്യക്തിയുടെ മകൻ ചോദിക്കണം എന്താ അറിയോ? ഞങ്ങൾ കുറച്ച് കപ്പ കൊടുത്തച്ചിരുന്നേ. കപ്പ നിങ്ങൾ എന്താ പറയല്ലോ, മരച്ചീനി, അത് നിങ്ങൾക്ക് പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾക്ക് അത് ചോദിക്കാൻ എങ്ങനെ കഴിയണത്? ഒരു 80 കൊല്ലം അയാളെ പോറ്റി വളർത്തിയ വാപ്പ അവിടെ കിടക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നവരോട് ആ വിശേഷം ചോദിക്കാൻ അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഞാൻ എല്ലാരെ കുറിച്ചും പറയാനല്ല. എന്നാ നോക്ക്, നിങ്ങൾ ഒരു ബന്ധമില്ലാത്തവൻ അവിടെ കരഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണെങ്കിലും അയാൾക്ക് കിട്ടിയ ഉപകാരങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ട്. നമ്മളെക്കുറിച്ച് നമ്മുടെ മയ്യത്ത് കിടത്തുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി എന്ന് അവര് പറയും. നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയവൻ എല്ലാ വെള്ളക്കെട്ടുകളും താണ്ടി നിങ്ങളുടെ മയ്യത്തിന് പിന്നിൽ വന്ന അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറയും. ആ വന്നവർക്കൊക്കെ ഒരു പ്രയോജനം കിട്ടിയിട്ടുണ്ട്. വാക്കുകൊണ്ടോ ജീവിതം കൊണ്ടോ എന്തെങ്കിലും നൽകാൻ നമുക്ക് പറ്റുമോ എന്ന് ആലോചിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. അപ്പൊ അള്ളാഹിന് ഇഷ്ടം കിട്ടാനുള്ള മാർഗം എന്താ? നമ്മളെ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം വേണം സുഹൃത്തുക്കൾ. എന്തെങ്കിലും നമ്മൾ ഉണ്ടല്ലോ എന്ന ഒരു സമാധാനം എത്ര പേർക്കുണ്ട്? നമ്മൾ ഉണ്ടല്ലോ എന്ന സമാധാനം എത്ര പേർക്കുണ്ട്? അതാണ് നമ്മുടെ വിജയം. അത് നമുക്ക് സാധിക്കണം. ആശ്വാസം കൊണ്ടോ പണം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ആർക്കെങ്കിലും. അഹബ്ബുന്നാസി ഇലല്ലാ അൻഫഉഹും ലിന്നാസി. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് എന്നാണ്. പിന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുക്കും, നല്ല മരണം. എന്താ നല്ല മരണം എന്ന് പറഞ്ഞാൽ? നല്ല മരണം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നല്ല മരണം എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചിട്ടോ തോന്നിയാസം ചെയ്തിട്ടോ വേണ്ടാത്തരം ചെയ്യുമ്പോഴോ മറന്നു വീടുണ്ടല്ലോ, അതാണ് ഏറ്റവും മോശപ്പെട്ട മരണം. നല്ലൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കണത് നല്ലത് തന്നെ. നിസ്കരിക്കുമ്പോൾ ഒരാൾ മരിച്ചു, നോമ്പുകാരനായി മരിച്ചു, ജുമാക്ക് പങ്കെടുക്കും മരിച്ചു, സുജൂദിൽ പോയി കിടക്കും മരിച്ചു. നല്ലൊരു മരണം അള്ളാഹു നല്ല ആളുകൾക്ക് നൽകും. നല്ലൊരു സാഹചര്യം, ദീനിനെ കുറിച്ച് ചിന്തിക്കാനും ഈമാനോടുകൂടി ആലോചിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാഹചര്യം കിട്ടും. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് മരിച്ചാൽ അത് നല്ലതല്ല എന്നല്ല, അവരുടെ മനസ്സിലും അവരുടെ ചുറ്റുപാടിലും ആ ഒരു ദീനുണ്ടാവും. ഇനിയിപ്പോ ഒരു അസുഖം വന്നാൽ, സാധാരണ മാരകമായ ക്യാൻസർ എന്ന് വന്നാൽ പാപ്പാനെ അറിയിക്കേണ്ടെന്നാ പറയാം. ഡോക്ടർമാരും അതന്നെ പറയാൻ തോന്നുന്നുണ്ട്, അറിയിക്കേണ്ട, ആകെ ടെൻഷൻ ആവുന്നതാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്യാൻസർ രോഗിനെ കാണാൻ വേണ്ടി അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് കുറച്ച് നേരത്തെ പോയിട്ട് അയാളത്ത് പോയി. നമുക്ക് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം. അപ്പൊ അയാളെ കണ്ടു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരും എന്ന് അദ്ദേഹം എനിക്ക്. അപ്പൊ ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇനി എത്ര ദിവസം ജീവിക്കും എന്നുള്ളതല്ല.
പക്ഷേ ഇനി കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് പരലോകത്തേക്ക് വരുമാനമുള്ള ദിവസമാണ്. കാരണം ജീവിതത്തിന്റെ സമാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും നിങ്ങൾക്ക്. ജീവിതത്തിന്റെ സമാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റും നിങ്ങൾക്ക്. ജീവിതത്തിന്റെ അവസാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റും. ഇതൊരു വല്ലാത്ത ചാൻസാണ്. അപ്പൊ സുഹൃത്തുക്കളെ, രോഗം വന്ന് കുറച്ച് ദിവസം കിടക്കാറിഞ്ഞാൽ ഇടങ്ങേറായിട്ട് നമ്മളൊക്കെ കാണുക. ഇടങ്ങേറ് തന്നെയാണ്. നമ്മൾ നല്ല അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ മരിച്ചു പോകേണ്ടത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അയാളോട് പറയണം, മാറും നമുക്ക് മാറാൻ എന്താ സുഹൃത്തുക്കളെ? അള്ളാഹുവിന് മാറ്റാൻ കഴിയാത്ത അസുഖമുണ്ട്. നമുക്ക് ഈമാൻ വേണം, വിശ്വാസം വേണം. നമ്മൾ പ്രാർത്ഥിക്കണം, ചോദിക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു സംശയമല്ല, അത്ഭുതങ്ങൾ സംഭവിക്കും. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മനെ അദ്ദേഹം കാണിച്ചു. ഏത് ഉമ്മനെ കാണിച്ചു? 30 കൊല്ലം മുമ്പ് ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. മനസ്സിലായി? നിങ്ങൾ എന്തെങ്കിലും കുറച്ച് മരുന്നിട്ടൊക്കെ നമുക്ക് ചികിത്സ. 30 കൊല്ലമായിട്ട് ഇപ്പോഴും ഉണ്ട്. 30 കൊല്ലമായിട്ട് ഇപ്പോഴും അവർ ഇന്നും ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് വിചാരിക്കുമ്പോൾ അള്ളാഹ്ക്ക് കഴിയാത്തൊന്നുമില്ല. അവിടെ പക്ഷേ ക്യാൻസർ വന്നാലും പടച്ചവനോട് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകുന്നില്ല, ഉറപ്പാണ്. ഉറപ്പുള്ളവർ ചോദിച്ചാലേ കൊടുക്കുള്ളൂ. ഡോക്ടർമാർ നമ്മോട് പറഞ്ഞു ഇഞ്ഞൊരു രക്ഷയില്ല പറഞ്ഞാ ഇഞ്ഞൊരു രക്ഷയില്ല. രക്ഷയില്ല എന്ന് പറയുന്നത് അവരവിടെ മെഡിക്കൽ സയൻസ് വെച്ചിട്ട് അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല. എൻ്റെ സുഹൃത്തിനെ പിന്നെ മുക്കത്തുള്ള ക്യാൻസർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാ പരിശോധനയും ഞാൻ ഡോക്ടർ ഒരു മരുന്ന് തന്നില്ല അല്ലെ. ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ആ 3 ആഴ്ച എന്തിനാരും 3 ആഴ്ച അയാൾ ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അയാൾ 3 ആഴ്ച ഇപ്പോഴും ഉണ്ട്. അയാൾ ഇന്ന് ജുമാക്കുണ്ട് അയാൾ പള്ളിക്ക്. മനസ്സിലായില്ലേ? അയാൾ പള്ളിക്ക്. അതൊന്നും തീരുമാനിക്കുന്നത് നമ്മൾ ആരും അല്ല. മനസ്സിലായി? ഇടയ്ക്കൊരു വേദന വരും, ഇതിന് മരുന്ന് വയ്ക്കും. ഇപ്പൊ പോണ്ടിച്ചേരി പോയിട്ട് അയാൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ്. അപ്പോൾ അത്ഭുതപ്പെടുക, അന്നത്തെ ക്യാൻസർ എങ്ങനെ ഇത്ര മാത്രം ചുരുങ്ങി വന്നതെന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത്. അത് അങ്ങനെയാണ്. മനസ്സിലായി? പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവനല്ലേ ഈ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ അള്ളാഹുവിന് പറ്റുന്ന നമുക്ക് വിശ്വാസം വേണം. മനസ്സിലായി? വിശ്വാസം വേണം. കാരണം നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ രോഗിയാവുന്നത്. എല്ലാ രോഗവും മരുന്ന് കുടിച്ച് മാറ്റുന്നല്ലേ നമ്മള്. രോഗങ്ങൾ വരുന്നു മാറിപ്പോകുന്നു നമ്മൾ അറിയണ പോലും ഇല്ല. അപ്പൊ അതൊക്കെ സുഖപ്പെടുത്താൻ അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റവും അധികം നമ്മൾ അള്ളാഹ് ചോദിക്കേണ്ടത് മുആഫാത്താണ്. മുആഫാത്ത് സൗഖ്യം, ഇഹലോകത്തും പരലോകത്തും സൗഖ്യം തരണേ, സൗഖ്യം തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ്ദുനിയ വൽ ആഖിറ. സൗഖ്യമാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും. അപ്പൊ സുഹൃത്തുക്കളെ, അവസാനത്തെ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ രോഗം വന്നു എന്നത് ചീത്ത മരണമല്ല. ക്യാൻസർ വന്നാ മരിച്ചെന്നുള്ള ചീത്ത മരണമല്ല. അറിയോ, ലോകത്ത് ഞാൻ ഏറ്റവും അധികം മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ആധുനികനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും രചനകളും അത്രമേൽ നന്മ നിറഞ്ഞതാണ്. ലോകത്തെ മഹാന്റെ അദ്ദേഹം ക്യാൻസർ വന്നാ മരിച്ചത്. അദ്ദേഹം ക്യാൻസർ വന്നാണ് മരിച്ചത്. ആ ക്യാൻസർ വന്നിട്ട് കീമോക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ അതൊന്നും വേണ്ട, എന്റെ താടി പോകൂലേ എന്നാണ്. പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോഴേ താടിന്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ താടിയേറ്റ് പോകാനാണ്. തൽക്കാലം അതൊന്നും വേണ്ട എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത്ര വലിയ പ്രഗത്ഭനായിട്ടൊരു പണ്ഡിതനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, രോഗം എന്നതിന് ഒരു ചീത്ത മരണത്തിന് ലക്ഷണമല്ല. രോഗം വരുമ്പോൾ നല്ല ഓർമ്മയോടുകൂടെ ഒരു പക്ഷേ അള്ളാഹുവിനെ കാണാൻ നമുക്ക് പറ്റിയേക്കും. നമ്മളുടെ രോഗം മറ്റുള്ളവർക്ക് ഒരു പക്ഷേ പരീക്ഷണമായേക്കാം. നല്ലൊരു മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യുവഫ്യിഖു ലഹു അമലൻ സ്വാലിഹൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു അവൻ അവസരങ്ങൾ കൊടുക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. ഏതൊരു ചെറിയ നന്മയും അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് വാങ്ങിത്തരുന്നതാണ്. സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നല്ല സ്വഭാവം. നല്ല ദീനുള്ളവർക്കും അള്ളാഹിനെ ഇഷ്ടപ്പെടുക്കും സ്വഭാവം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം അവന്റെ ഇഷ്ടം വാങ്ങിത്തരുന്ന കാര്യം. സ്വഭാവം നന്നായാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു ഞാൻ പറയാം. നമ്മുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അല്ലെ. ഇപ്പൊ എന്താ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട്? അയാൾക്ക് പെരുമാറാൻ അറിയില്ല. എന്താ ഭാര്യനെ കൊണ്ട് ബുദ്ധിമുട്ട്? അവൾക്ക് പെരുമാറാൻ അറിയില്ല. എന്താ ഉമ്മാനെ കൊണ്ട് ബുദ്ധിമുട്ട്? ഉമ്മാക്കിന്റെ സ്വഭാവം നല്ലതല്ല. സ്വഭാവം നന്നായാൽ ബാക്കിയൊക്കെ നന്നായി. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സ്വഭാവം നമുക്കുണ്ടാവും. നമ്മളെ കൊണ്ടൊരു ഇടങ്ങേറ് വേറുള്ളവർക്ക് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല.
ഇത്ര സമയം എന്ന് പറയണം വിചാരിച്ചിട്ടില്ല. എങ്കിലും വളരെ നിങ്ങൾ താല്പര്യത്തോടു കൂടി കേൾക്കുന്നത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് ശിർക്ക്. ശിർക്കും വിശ്വാസപരമായ വ്യതിയാനങ്ങളിൽ നിന്നും പൂർണ്ണമായും നമ്മൾ മുക്തരാവണം സുഹൃത്ത്. അത് തീർച്ചയായും അത് പ്രധാനമാണ്. അതോടൊപ്പം ഫർളുകളുടെയും സുന്നത്തുകളിലൂടെയും നല്ല കർമ്മങ്ങളിലൂടെയും ഖുർആനിലൂടെയും ദിക്റുകളിലൂടെയും ഒക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഏവരും പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനം വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ